राधे गोविंद जय जय राधे गोपाल 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 दीननाथ गोविंद अनाथनाथ गोपाल दीननाथ गोविंद अनाथनाथ गोपाल राधे गोविंद जय जय राधे गोपाल राधे गोविंद जय जय राधे गोपाल राधा लोला गोविंद रासविलोला गोपाल राधा लोला गोविंद रासविलोला गोपाल गोविंद जय गोविंद गोपाल जय गोपाल गोविंद जय गोविंद गोपाल जय गोपाल राधे गोविंद जय जय राधे गोपाल राधे जय राधे गोपाल जय जय राधे गोपाल जय जय राधे गोपाल सर्वत्र गोविंद नाम संकीर्तनं गोविंद गोविंद ഭഗവാൻ ദാമോദരനായി പേര് സ്വീകരിച്ചു. ദാമോദരൻ പറഞ്ഞാൽ തൻ്റെ വയറ്റിൽ കയറ് കൊണ്ട് കെട്ടപ്പെട്ട ആളാണ്. ഇതുകൊണ്ട് എന്ത് കാണിക്കുന്നു? ഭക്തന്മാർക്ക് എന്നെ എന്തും ചെയ്യാം, ഭക്തവശ്യൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അത്രയും ഭഗവാൻ തന്നെ താഴ്ത്തി കൊണ്ടുവരുന്നു ഭക്തന്മാർക്ക് വേണ്ടി. അങ്ങനെ ഭഗവാൻ ദാമോദരളിലെ ചെയ്തു കാണിച്ചു. അതേപോലെ വെണ്ണക്കെട്ട് കൊണ്ടുപോയി. ഈ കഥകളൊക്കെ നമുക്ക് വേണ്ടിയാണ്. നമ്മൾ എന്തെങ്കിലും മോഷ്ടിച്ച് കൊണ്ടുപോയാൽ അതിൻ്റെ പാപം മാറാൻ വേണ്ടി ഈ വെണ്ണക്കെട്ട് കഥ കേട്ടാൽ നമ്മുടെ മോഷണ സ്വഭാവം മാറും, നമ്മുടെ ആ മോഷണ പാപം തീരും. ഇപ്പോൾ നമ്മൾ അറിയാതെ ഒരാളുടെ ചെരുപ്പ് കൊണ്ടുപോയി, കണ്ടപ്പോൾ നമ്മുടെ ചെരുപ്പ് പോലെ തോന്നി, നമ്മൾ കൊണ്ടുപോയി വിചാരിക്കാം. അപ്പോൾ ചിത്രഗുപ്തനും ചെരുപ്പ് എടുത്തു, പാപത്തിൻ്റെ കണക്കിലായിപ്പോൾ. അങ്ങനെ അറിയാതെ അടുത്തവരുടെ എന്തെങ്കിലും സാധനം കൊണ്ടുപോയാൽ അത് പാപമാണ്. പിന്നെ വേറെ ആളുടെ സാധനം കൊണ്ടുപോകാറേ ഇല്ല പറഞ്ഞാൽ എന്നാലും തെറ്റാണ്. നമ്മൾ ജീവിക്കാൻ വേണ്ടി ആവശ്യമുള്ള പണം മാത്രമേ വേണ്ടൂ. കൂടുതൽ നമ്മുടെ സന്തതിക്ക് അവർക്കൊക്കെ കൂടുതൽ പണം ഉണ്ടാക്കിയാൽ എന്താകും? അത് പാപമാണ്. അധികം യോഗ്യം. ഇപ്പം കള്ളന്മാരായിട്ട് പറഞ്ഞിട്ടില്ലേ ഭാഗവതം? കള്ളന്മാരെ ആക്കുന്നത് ആരാണ്? കൂടുതൽ ചേർത്ത് വെച്ചാലല്ലേ. ഇപ്പം നമ്മുടെ ജീവിതത്തിന് പകരം നമുക്ക് കൂടുതൽ ആരാണ് ചേർത്ത് വച്ചിരിക്കുന്നുവോ അവരാണ് ശരിക്കും കള്ളന്മാർ. അപ്പോൾ അധികം യോഭിമന്യേത സസ്തേന ദണ്ഡമൃഹതി. അങ്ങനെ അധികമായിട്ട് ചേർത്ത് വച്ചിരിക്കുന്ന ആളാണ് ശരിക്കും കള്ളന്മാർ. അപ്പോൾ അതൊക്കെ പാപമാണ്. ഇങ്ങനെ നമ്മുടെ പാപം മാറാൻ വേണ്ടി ഈ കണ്ണൻ വെണ്ണ കട്ടുകൊണ്ടുപോയ കഥ കേട്ടാൽ ആ പാപം മാറും. അപ്പോൾ കണ്ണനെ വിരലിൽ ബന്ധിപ്പിച്ച കഥ കേട്ടാൽ നമ്മുടെ ബന്ധനങ്ങളൊക്കെ വിട്ടുപോകും. പിന്നെ കണ്ണൻ സ്ത്രീകളോട് ആടിയ രാസലീല, അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും സ്ത്രീ സംബന്ധമായ ദോഷമുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി. പിന്നെ കണ്ണൻക്ക് ഒരു ചീത്തപ്പേർ വരാൻ അടുത്ത നാളെ ഒരു കഥ പറയാൻ പോകുന്നു, ശവന്തകോപാഖ്യാനം. ആ കഥ എന്തിനാ ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും ചീത്തപ്പേർ വന്നാൽ അത് മാറിക്കിട്ടാൻ വേണ്ടി ഭഗവാൻക്ക് ഒരു ചീത്തപ്പേർ വന്ന കഥ. അങ്ങനെ ഭഗവാന്റെ ഓരോരോ ലീലകളും നമ്മുടെ പാപങ്ങളെ മാറ്റാൻ വേണ്ടിയാണെന്ന് മഹാത്മാക്കൾ വർണ്ണിക്കുന്നു. കണ്ണനക്ക് 5 വയസ്സായപ്പോൾ ആദ്യം പശുക്കുട്ടികളെ മേച്ച് നടക്കാൻ പുറപ്പെട്ടു. അപ്പോൾ പൈക്കുട്ടി രൂപത്തിൽ തന്നെ ഒരു അസുരൻ വന്നു. ആ അസുരൻ്റെ കാലും വാളും പിടിച്ച് അവിടെ ഒരു മരത്തിലടിച്ചു. വത്സാസുരൻ എന്നാണ് പേര്. അവനെ വധിച്ച് കുട്ടികൾക്ക് പഴങ്ങളൊക്കെ കൊടുത്തു ഭഗവാൻ. പിന്നെ വേറൊരു ദിവസം ബകാസുരൻ പേരുള്ള അസുരൻ, ഭഗം പറഞ്ഞാൽ കൊക്ക്, ഭഗം പറഞ്ഞാൽ ഭഗധ്യാനം എന്ന് പറയാറുണ്ട്. ഭഗം പറഞ്ഞാൽ ഡംഭം. കൊക്ക് ഇങ്ങനെ ധ്യാനിക്കുന്നത് പോലെ ഇരിക്കും, പക്ഷെ അത് ധ്യാനിക്കുന്നില്ല. കൊക്ക് ചെറിയ മീൻ പോയിക്കോട്ടെ വലിയ മീൻ വരട്ടെ ഇങ്ങനെ കണ്ണടിച്ച് ധ്യാനിക്കുക, അഭിനയിക്കുന്നു. അതാണ് ഡംഭം. അതുപോലെ നമ്മളൊക്കെ ഭക്തനെ പോലെ ചിലപ്പോൾ അഭിനയിക്കാറുണ്ട്.
ഇതാണ് ഭഗധ്യാനം പറയും. അങ്ങനെ ആ ഡംഭം അത് ആണ് ഇവിടെ അസുരനായിട്ട് ചിത്രീകരിക്കണം. ഇങ്ങനെ ഓരോരോ അസുരൻ്റെ സങ്കല്പം എന്താണെന്ന് വിസ്തരിച്ച് പറയുന്നു മഹാത്മാക്കൾ. അങ്ങനെയുള്ള ബകാസുരനെ ഭഗവാൻ വധിച്ചു. ബകാസുരൻ ഭഗവാനെ വിഴുകിയപ്പോൾ അവൻ്റെ വായിൽ കീറി ഭഗവാൻ ബകാസുരനെ സംഹാരം ചെയ്തു. പിന്നെ നാളെ എന്താണ് കളി എന്ന് കുട്ടികൾ ചോദിച്ചപ്പോൾ നാളെ വനഭോജനം പറഞ്ഞു ഭഗവാൻ. വനഭോജനം പറഞ്ഞാൽ വനത്തിൽ പോയി വിധവിധമായ ഭക്ഷണങ്ങൾ കൊണ്ടുപോയി പരസ്പരം പങ്കുവെച്ച് കഴിക്കണം. ശരീരപാത എല്ലാവരും വിവിധമായ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്നു. അവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് കളിക്കണ്ടേ, അപ്പോൾ ഒളിച്ച് കളിക്കുന്ന കളിയാണ്. കണ്ണൻ കണ്ണടച്ചിരിക്കുന്നു, ബാക്കി കുട്ടികളെ ഒളിച്ചിരിക്കാൻ പോയി. അവിടെ ഒരു അസുരൻ പെരുമ്പാമ്പിൻ്റെ രൂപം സ്വീകരിച്ച് വന്നു. അഘാസുരൻ എന്നാണ് പേര്. അഘം പറഞ്ഞാൽ തന്നെ പാപം. പെരുമ്പാമ്പിൻ്റെ രൂപം സ്വീകരിച്ച് വന്നിരിക്കുന്നു. കുട്ടികൾ അറിയാതെ ഉള്ളിൽ ചെന്നു. അത് കണ്ടപ്പോൾ ഭഗവാനും അവൻ്റെ വായിൽ ഉള്ളിൽ ചെന്നു. അഘാസുരൻ പായ അടച്ച് പുറപ്പെട്ടു. ഉള്ളിൽ ചെന്ന ഭഗവാൻ വിശ്വരൂപം സ്വീകരിച്ച് അഘാസുരനെ 2 കഷ്ണമായി കീറിയിട്ടു. പിന്നെ കുട്ടികൾ അഘാസുരനെ വയറ്റിൽ പോയി മരിച്ചുപോയ കുട്ടികളൊക്കെ ഭഗവാൻ വീണ്ടും ജീവിപ്പിച്ചു. ഈ അഘാസുര മോക്ഷം കണ്ടപ്പോൾ ദേവന്മാരൊക്കെ പുഷ്പവൃക്ഷം തെറിഞ്ഞു ഭഗവാനുക്ക് ജയഘോഷം ചെയ്തു. ഗോവിന്ദ കൃഷ്ണ ജയ് ഗോപാല കൃഷ്ണ ജയ്, ഗോവിന്ദ കൃഷ്ണ ജയ് ഗോപാല കൃഷ്ണ ജയ്, ഗോപാല ബാല പ്രാണലാല കൃഷ്ണ ജയ്, ഗോപാല ബാല പ്രാണലാല കൃഷ്ണ ജയ്. गोपिका मनहारी प्यारे मोहन मुरलीधारी, गोपिका मनहारी प्यारे मोहन मुरलीधारी, माहिमी रामन विहारी कृष्ण जय, माहिमी रामन विहारी कृष्ण जय, कृष्ण जय कृष्ण जय कृष्ण जय, कृष्ण जय कृष्ण जय कृष्ण जय, कृष्ण 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 जय, कृष्ण 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 जय. ദേവന്മാർക്ക് പാട്ടുപാടി ആഘോഷിച്ചു. തദ്ഭുത സ്തോത്ര സുവാദ്യ ഗീതിക ജയാദിനി. ഈ ശബ്ദം ബ്രഹ്മലോകത്തിൽ കേട്ടു. ഉടനെ ബ്രഹ്മാവ് ഇറങ്ങി പുറപ്പെട്ടു. എന്താണ് ചോദിച്ചു. അഘാസുരനുക്ക് ഭഗവാൻ മുക്തി കൊടുത്തു പറഞ്ഞപ്പോൾ ബ്രഹ്മാവിനൊരു ആഗ്രഹം, എനിക്കും ഒരു ലീല കാണണം എന്ന് ആഗ്രഹിച്ച് അദ്ദേഹം അവിടെ കാത്തിരിക്കുമ്പോഴാണ് ഭഗവാൻ കുട്ടികളോട് ഭക്ഷണം കഴിക്കുന്നു. ബിഭ്രദ്വേനും ജഠരപടയോഹോ. അങ്ങനെ സന്തോഷമായിട്ട് കുട്ടികളുടെ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ചില ദേവന്മാർക്ക് മീനിൻ്റെ രൂപയിൽ അവിടെ മീൻ രൂപം സ്വീകരിച്ച് അവിടെ ഇരിക്കുന്നു യമുനയിൽ. എന്താ കാരണം? തത്രാസൻ മീനരൂപിന. ഭഗവാൻ കഴിക്കുമ്പോൾ കുറച്ച് ചോറ് താഴെ വീണാൽ പ്രസാദം കിട്ടുമല്ലോ വിചാരിച്ചു. കാക്കാകാര ജഹ. ചില ദേവന്മാർക്ക് കാക്കയുടെ രൂപം സ്വീകരിച്ചിരിക്കുന്നു. ഭഗവാൻ എച്ചിലില ഇട്ടാൽ അതൊന്ന് സ്വീകരിക്കാറുള്ളൂ. പക്ഷേ ഭഗവാൻ വിചാരിച്ചാലേ കിട്ടുള്ളൂ. ചിലപ്പോൾ ഭഗവാൻ കൊടുക്കും, ചിലെങ്കിൽ ആ എച്ചിലിൽ പോലും മുഴുവൻ നക്കി സ്വീകരിച്ച് ബാക്കി ഇല്ലാതാക്കും. വിചാരിച്ചാൽ ചിലപ്പോൾ കൊടുക്കും. അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ബ്രഹ്മാവിൻ ചെയ്തു ഈ പശുക്കുട്ടികളെ കൊണ്ടുപോയി. അത് അന്വേഷിച്ച് കണ്ണാൻ പുറപ്പെട്ടപ്പോൾ ഗോപാല ബാലകന്മാരെയും കൊണ്ടുപോയി. 1 മിനിറ്റ് കണ്ണടച്ചപ്പോൾ ഭഗവാൻ കാര്യം എന്താണ് മനസ്സിലാക്കി. അടുത്ത ക്ഷണം സർവം വിഷ്ണുമയം. ഭഗവാൻ തന്നെ എല്ലാ രൂപവും സ്വീകരിച്ചു. സ്വീകരിച്ചു പറയേണ്ട ആവശ്യമില്ല, എല്ലാം ഭഗവാന്റെ രൂപം തന്നെ. അതുകൊണ്ട് ബ്രഹ്മാവിന് ഇതൊന്നും മനസ്സിലായിട്ടില്ല. ബ്രഹ്മാവ് കൊണ്ടുപോയി 1 കൊല്ലമായി. തിരിച്ചു വന്ന് നോക്കുമ്പോഴാണ് അതേ കുട്ടികളും അതേ പശുക്കുട്ടികളും ഇവിടെ ഉണ്ട്. ബ്രഹ്മാവിന് തന്നെ അത്ഭുതമായി. ഇതിൻ്റെ 2 എണ്ണം ഉണ്ടല്ലോ, ഏതാണ് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ്? ബ്രഹ്മാവിന് തന്നെ മനസ്സിലാവത്തില്ല. അവസാനം ഭഗവാനെ പ്രാർത്ഥിച്ചപ്പോഴാണ് ഭഗവാൻ തൻ്റെ സ്വന്തം രൂപം കാണിച്ചു കൊടുത്തു. ചതുർഭുജ ശംഖ ചക്ര ഗദാരാജീവപാണയ. തൻ്റെ ചതുർഭുജ രൂപം കാണിച്ചപ്പോൾ ബ്രഹ്മാവ് ഭഗവാന്റെ കാൽക്കലിൽ വീണ് നമസ്കരിക്കുന്നു. പശുക്കുട്ടികളെയും കുട്ടികളെയും പറഞ്ഞു വിട്ടു. പിന്നെ പ്രാർത്ഥിക്കുന്നു, ഈ വൃന്ദാവനത്തിൽ എനിക്ക് ജന്മം വേണം, പുല്ലായി പിറവി വേണം. പുണിതமான பிருந்தாவனம் அதில் ஒரு புல்லாய் பிறவி தர வேணும். புல்லாகிலும் நெடுநாள் நில்லாது ஒரு சிறு கல்லாய் பிறவி தர വേണം. ഈ വൃന്ദാവനത്തിൽ ഒരു പുല്ലായി ജന്മം തരണം.
പുല്ലാണെങ്കിൽ കുറേ കാലം നിൽക്കില്ലേ, നെടുനാൾ ഇല്ലാതെ. അതുകൊണ്ട് ഒരു കല്ലായിട്ട് ജന്മം കിട്ടില്ല, കുറച്ചു കാലം കൂടി വൃന്ദാവനത്തിൽ ജീവിക്കാമല്ലോ എന്നൊക്കെ ബ്രഹ്മാവ് പ്രാർത്ഥിച്ചു ചെന്നു. ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ബ്രഹ്മാവോട് ഒരു മറുപടി പറഞ്ഞിട്ടില്ല. ഇതാണ് അത്ഭുതം. ബ്രഹ്മാവിൻ്റെ സ്തോത്രം ഗംഭീര സ്തോത്രമാണ്, 40 ശ്ലോകമാണ്. പക്ഷേ ഇന്ദ്രനും അപരാധം ചെയ്തു, ഭഗവാനക്ക് മഴയൊക്കെ പെയ്യിച്ച് ബുദ്ധിമുട്ടിച്ചു. ഇന്ദ്രൻ സ്തുതിച്ചപ്പോൾ ഭഗവാൻ രണ്ട് വാക്ക് അങ്ങോട്ട് സംസാരിക്കുന്നു ഇന്ദ്രനോട്. ബ്രഹ്മാവോട് മിണ്ടിട്ടേ ഇല്ലേ. എന്താ കാരണം? ബ്രഹ്മാവ് അപരാധം ചെയ്യുമ്പോൾ ഭഗവാനെയും ഭക്തന്മാരെയും പിരിച്ചു വെച്ചു, ഭഗവാനെയും ഗോപാലഭാഗം പിരിച്ചു വെച്ചു. ഇന്ദ്രൻ മഴ പെയ്തപ്പോൾ എന്തായി? എല്ലാവരും കൂട്ടിച്ചേർത്തു. അപ്പോൾ അതൊരു ഗുണം ഉണ്ടായി. എന്തായാലും കൃഷ്ണന് രാധയെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ മഴ പെയ്തപ്പോൾ ഒരു ആഴ്ച സുഖമായിട്ട് കണ്ടിരുന്നു ഗോവർദ്ധന ലീലയിൽ. അതുകൊണ്ട് ഇന്ദ്രനോട് 2 വാക്ക് സംസാരിച്ചു ഭഗവാൻ. ഇതിൽ നിന്നും എന്താ മനസ്സിലാക്കണം? ഭക്തന്മാരോടും ഭഗവാന്മാരോടും തിരിച്ചു വയ്ക്കാൻ പാടില്ല. അതുകൂടി ഇവിടെ കാണിച്ചു തരണം. അങ്ങനെ ബ്രഹ്മാവിനെ അനുഗ്രഹിച്ചു ഭഗവാൻ. പിന്നെ വൃന്ദാവനത്തിനെ കാളിയൻ പേരുള്ള നാഗം ആ താൻ താമസിക്കുന്ന സ്ഥലം മുഴുവൻ വിഷമാക്കി വച്ചിരിക്കുന്നു. കുട്ടികൾ അറിയാതെ അവിടെ ചെന്ന് വെള്ളം കുടിച്ച് മരിച്ചുപോയ കുട്ടികളെയും പശുക്കളെയും ഭഗവാൻ ഈക്ഷയ അമൃതവർഷിണ്യ തൻ്റെ നോട്ടം കൊണ്ട് തന്നെ ജീവിപ്പിച്ചു. പിന്നെ തീരുമാനിച്ചു ഈ കാളിനെ ഇവിടെ നിന്നും പുറത്താക്കണം തീരുമാനിച്ച് ഭഗവാൻ. അന്ന് ബലരാമനെ വിളിച്ചു കൊണ്ടുവന്നിട്ടില്ലേ, ഭഗവാൻ മാത്രം വന്ന് അടുത്തുള്ള മരത്തിൽ, കദംബ മരത്തിൽ കയറി ആ കാളിന്തിയിൽ ചാടി ഇങ്ങനെ നീന്തി കളിക്കുമ്പോഴാണ് കാളിയൻ പുറപ്പെട്ടു വരുന്നു. കാളിയനക്ക് പ്രധാനമായി 101 തലയാണ്. അതുകൂടാതെ പിന്നെ 1000 തല ഉള്ള ആളാണ്. ഭട്ടത്തിരി പറയുമ്പോൾ ഫണശൃംഗ സഹസ്രം എന്നാണ് പറയുന്നത്. അപ്പോൾ 1000 തലയാണോ? ഭാഗവതത്തിൽ പറയുമ്പോൾ 101 ശതൈക ശിഷ്ണ 101 ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നു. ഭട്ടത്തിരി 1000 പറയുന്നു. അപ്പോൾ ഇതാണ് ഒറിജിനൽ, അതാണ് ഒറിജിനൽ, സംശയിക്കേണ്ട. 101 പ്രധാന തലയാണ്. കൂടാതെ പിന്നെ 1000 തല ഉണ്ടാവും. ഇത് തലയൊക്കെ എന്താണ് സങ്കല്പം? ഭാഗവതത്തിൽ പറയുമ്പോൾ 101 തല പറഞ്ഞിട്ടില്ലല്ലോ. ഭട്ടത്തിൽ പറയുമ്പോൾ 1000 തലയായി. പാമ്പിൻ്റെ തല പറഞ്ഞതിൻ്റെ അർത്ഥം ആഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങൾ പൊന്തി വരുന്നു. ആ ആഗ്രഹങ്ങൾ അടയ്ക്കാൻ എന്താ വഴി? ഇച്ഛാപിധാനം നിജപാദബലം. ഭഗവാന്റെ പാദം ധ്യാനിച്ചാൽ ആഗ്രഹങ്ങൾക്ക് കുറയും. അതാണ് കാലുകൊണ്ട് പാമ്പിൻ്റെ തല ഭഗവാൻ അമർത്തി പറയാൻ കാരണം. ആഗ്രഹങ്ങൾ ഇല്ലാതാവണമെങ്കിൽ ഭഗവാനെ ധ്യാനിക്കണം. അങ്ങനെ കാളിയൻ വന്നപ്പോൾ ഭഗവാൻ തലയിൽ ചാടി കയറി വാൾ കൊണ്ട് അടിക്കാൻ ശ്രമിച്ചപ്പോൾ ഇടത്തേക്ക് കൊണ്ട് വാള് പിടിച്ചു. പിന്നെ കാളിയൻ്റെ ഓരോ തലയും സ്വയം ഉയർത്തി കാണിക്കണം. ഈ തല എല്ലാ തലയിലും ഭഗവാൻ തൻ്റെ കാലുകൊണ്ട് ഒന്ന് അനുഗ്രഹിച്ചു. അംഘ്രി കുട്ടൈഹി അങ്ങനെ കാലുകൊണ്ട് ഭഗവാൻ അനുഗ്രഹിച്ചു. ധിമി 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 മിതി പതകൃത നടന ധക 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 മണികനികര ജയ ജയ രവയുത സുരഗണ വിനുത ഫണിവരസിരസി നട്ടതി മധുപതി. അങ്ങനെ ഭഗവാൻ കാളിയൻ നർത്തനം ചെയ്തു. പിന്നെ കാളിയൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു, ഭഗവാനെ രക്ഷിക്കണേന്ന് പ്രാർത്ഥിച്ചപ്പോൾ കാളിയനക്ക് മനസ്സിലായിട്ടില്ല സ്വന്തം തലയിലാണ് ഭഗവാൻ. പക്ഷേ കാളിയ പത്നിമാർ ഭഗവാനെ നമസ്കരിച്ച് പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ ഭർത്താവിനെ രക്ഷിക്കണം. ശരി പറഞ്ഞ ഭഗവാൻ കാളിയനെ പറഞ്ഞു വിട്ടു. പിന്നെ കാളിയനോട് പറഞ്ഞു, സ്വന്തം സ്ഥലത്തിലേക്ക് പോയിക്കോളൂ, അവിടെ പോയാൽ ഗരുഡൻ എന്നെ കൊത്താൻ വരും. അപ്പോൾ ഗരുഡൻ അടിക്കും പറഞ്ഞപ്പോൾ പേടിക്കേണ്ട, എൻ്റെ കാല് വെച്ച തല കാണിച്ചാൽ മതി. ഭഗവാൻ കാല് വെച്ചപ്പോൾ എന്തായി? തലയിൽ ഒരു ഗോപിക്കുരി വന്നു. അന്ന് മുതലാണ് പാമ്പുകൾക്ക് ഒരു ഗോപിക്കുരി വന്നു. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഗോപിക്കുരിയിലെ പാമ്പുകളെ വധിക്കാൻ പാടില്ല. വധിച്ചാലും പ്രത്യേക സംസ്കാരമൊക്കെ നടത്തണം. അതൊക്കെ വലിയ പാപമായിട്ട് പറയുന്നു. അങ്ങനെ കാരണം ഭഗവാന്റെ പാദസ്പർശം കിട്ടിയ പാമ്പുകളാണ് ആ ഗോപിക്കുരിയുള്ള പാമ്പുകളൊക്കെ. അതുകൊണ്ട് അത് നല്ല പാമ്പെന്ന് പറയും. എങ്ങനെ രാമചന്ദ്ര മഹാപ്രഭു തലോടിയപ്പോൾ അണ്ണാറക്കണ്ണന് ഒരു 3 വര കിട്ടിയതുപോലെ ഇവിടെ കാളിയ പാമ്പിനെ പറഞ്ഞു വിട്ടു. പിന്നെ അന്ന് രാത്രി, കാരണം വിഷബാധ ഉണ്ടെങ്കിൽ രാത്രി ഉറങ്ങാൻ പാടില്ല. പിന്നെ നെയ്യ് സേവിക്കാം, പാല് കുടിക്കാൻ പാടില്ല. വിഷം ബാധിച്ചവർ പാല് കുടിച്ചാൽ കൂടുതലാവും. നെയ്യ് അത് ശമിപ്പിക്കും.
അതുകൊണ്ട് അന്ന് രാത്രി ഉറക്കം ഒഴിച്ചവർ അവിടെ നാമം ജപിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കാട്ടുതീ വന്നു. കാട്ടുതീ വന്നപ്പോൾ എല്ലാവരെയും കണ്ണടയ്ക്കാൻ പറഞ്ഞ് ഭഗവാൻ കാട്ടുതീയും കുറിച്ച് രക്ഷിച്ചു. പിന്നെ ഭഗവാൻ ഒരു മുളക്കുച്ചയെടുത്ത് അത് സ്വയം ഏഴ് ദ്വാരങ്ങളൊക്കെ ചെയ്ത്, പിന്നെ 7 ദ്വാരം പ്രധാനം, പിന്നെ 2 ദ്വാരം കൂടി ഉണ്ടാവും. 9 ദ്വാരം ഉള്ളതാണ് ഈ ഓടക്കുഴൽ. ഏതാണ് 9 ദ്വാരമുള്ള ഓടക്കുഴൽ? നമ്മുടെ ശരീരമാണ്. ഈ ശരീരമാവുന്ന ഓടക്കുഴൽ ഭഗവാന്റെ കയ്യിൽ വയ്ക്കുന്നത് പോലെ ഭഗവാനോട് സംബന്ധപ്പെടുത്തിയാണെങ്കിൽ സുഖമായിട്ട് പോകും. ഈ ഓടക്കുഴലും വേണുഗാനം ചെയ്യുന്നവർ സമയത്ത് ആ ദ്വാരം അടയ്ക്കും, ചില സമയത്ത് തുറക്കും. ഇങ്ങനെ വേണ്ട സമയത്ത് അടച്ച് വേണ്ട സമയത്ത് തുറന്നാൽ നല്ല സംഗീതം, നല്ല കച്ചേരി കേൾക്കാം. മൊത്തമായി അടച്ചാലും ഒന്നും കേൾക്കില്ലേ, മൊത്തം തുറന്നു വെച്ചാലും കേൾക്കില്ലേ. വേണ്ട സമയത്ത് അടയ്ക്കണം, വേണ്ട സമയത്ത് തുറക്കണം. അതുപോലെയാണ് നമ്മുടെ 9 ദ്വാരങ്ങളും രാത്രിയാകുമ്പോൾ കണ്ണ് അടഞ്ഞിരിക്കണം. നമ്മളോ രാത്രി ഇങ്ങനെ നോക്കിയിരിക്കും, പകലിൽ ഇങ്ങനെ ഉറങ്ങി കിടക്കണം. അത് പകൽ സമയത്തിൽ വായ തുറന്ന് കഴിക്കാം, കുഴപ്പമില്ല. രാത്രി വായ അടച്ചിരിക്കണം. ഇപ്പോൾ എന്താ രാത്രി 12 മണിക്കാണ് വടാപ്പാവ് ബജ്ജി ഒക്കെ ട്രെയിനിൽ പോയാൽ കാണാം, എല്ലാവരും വാങ്ങി കഴിക്കുന്നത് കാണാം. പിന്നെ വേണ്ടാത്ത സമയത്ത് കഴിച്ച് വേണ്ടാത്ത സമയത്ത് ഉറക്കം ഒഴിച്ച് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് വ്യാധി വർദ്ധിക്കണം. ഈ 9 ദ്വാരങ്ങളെ വേണ്ട സമയത്ത് അടച്ച് വേണ്ട സമയത്ത് തുറന്നാൽ ഇത് നല്ല സംഗീതമാവുന്നു. നമ്മുടെ ജീവിതം നല്ല സംഗീതമാവണമെങ്കിൽ ഈ ഓടക്കുഴലാവുന്ന ഈ നമ്മുടെ ശരീരം ഭഗവാന്റെ കയ്യിൽ കൊടുക്കണം. യഥാർത്ഥം ഭഗവാന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ഭഗവാനോട് ബന്ധപ്പെടുത്തി നമ്മുടെ ജീവിതമാവണം. അങ്ങനെയാണെങ്കിൽ നന്നാവും. ഇല്ലെങ്കിൽ ഈ കച്ചേരി, ഈ സംഗീതം, ഈ ജീവിതം ശരിയാവണില്ല. അതാണ് ഭഗവാൻ കാണിച്ചു തരണം. പിന്നെ ഓടക്കുഴൽ വിളിക്കുമ്പോൾ തന്നെ ഭഗവാൻ നേരെ നിൽക്കാറില്ല. ഒരു കാലം നേരെ വെച്ച് അടുത്ത കാലം ഇങ്ങനെ മാറ്റി, ഇങ്ങനെ അരക്കെട്ടിൽ ഒരു വളവ്, തലയിൽ ഒരു വളവ്, വളഞ്ഞ് നിൽക്കാൻ എന്താ കാരണം? നമ്മുടെ ജീവിതത്തിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അമ്മയ്ക്കും നാത്തും എല്ലാവർക്കും കുറച്ചിങ്ങനെ വളഞ്ഞ് പോയാൽ ജീവിതം എന്നാവുള്ളൂ. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ ഡൈവേഴ്സിന് വേണ്ടി വരും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്താ കാരണം? അങ്ങനെ മര്യാദ കൊണ്ടുപോകാൻ ജീവിതം കൊണ്ടുപോകാത്ത കാരണം ഞാൻ എൻ്റെ പ്രകാരം, എൻ്റെ ഇഷ്ടപ്രകാരമേ ഇരിക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ ശരിയാവില്ലേ? കുറച്ച് അഡ്ജസ്റ്റ് വളഞ്ഞ് പോയാലേ ജീവിതം ശരിയാവുള്ളൂ. എങ്ങനെ ജീവിതം നടത്തണം അത് ഭഗവാൻ തൻ്റെ ശരീരത്തോടും ഓടക്കുഴൽ മൂലം ഭഗവാൻ കാണിക്കുന്നു. ആ ഭഗവാന്റെ വേണുഗാനം ഇവിടെ വിസ്തരിച്ച് വർണ്ണിക്കുന്നു. അത് വർണ്ണിക്കാൻ തുടങ്ങിയാൽ പിന്നെ അത് 2 മണിക്കൂർ വേണ്ടി വരും. അത്ര ഗംഭീരമായ വേണുഗാനം. കുത്തി ഒഴുകുന്ന യമുനാ നദി പോലും കാളിന്തിപ്പുഴകളും അവിടെ കട്ടി നിൽക്കുന്നു. ഗോവർദ്ധനമല ഉരുകി ഓടുന്നു. പ്രകൃതി തന്നെ മാറുന്നു. അതാണ് ആ വേണുഗാനത്തിൻ്റെ മഹിമ. ഓങ്കാരാർത്ഥം ഉദീരയെന്ന് ഭഗവാൻ നമുക്ക് അനുഗ്രഹമാണ്. വേണുഗാനം പറയുന്നത് മന്ത്രോപദേശമാണ്. അങ്ങനെ വേണുഗാനം ചെയ്ത് എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിച്ചു. അതിൽ പ്രധാനമായി ഈ ഗോപികമാർ കണ്ണൻ്റെ വേണുഗാനം കേട്ട് കണ്ണനെ തന്നെ ഭർത്താവായി കിട്ടാൻ വേണ്ടി അമ്മയെ പ്രാർത്ഥിക്കുന്നു. കാത്യായനീ മഹാമായൈ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിം മേ കുരുതേ നമഃ. കാത്യായനി ദേവി മഹാകാളിയാണ്, മായാരൂപിണി. മായാരൂപിണിയായ ദേവി ഒന്ന് മാറിക്കിട്ടിയാലേ ബ്രഹ്മസ്വരൂപമാണ് ഭഗവാനെ കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഭഗവാനെ പ്രാപിക്കണമെങ്കിൽ ദേവിയെ പ്രാർത്ഥിക്കണം, ഇല്ലെങ്കിൽ ഭഗവാനോട് നേരിട്ട് പ്രാർത്ഥിക്കണം. അതാണ് ഇവിടെ കാണിച്ചു തരണം. പിന്നെ ലൗകികമായി പറഞ്ഞാൽ ഭർത്താവിനെ സന്തോഷിപ്പിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഭർത്താവിൻ്റെ സഹോദരിക്ക് ആദ്യം ഒരു പൂജ ചെയ്യണം. നാത്തുനെ പൂജിക്കണം, ഇല്ലെങ്കിൽ കുടുംബത്തിൽ കുഴപ്പമുണ്ടാകും. അവർക്ക് ആദ്യം ഒരു പൂജ ചെയ്യണം. നനാന്ത എന്നാണ് പേര്. അതുകൊണ്ടാണ് ആദ്യം ദേവിയെ പൂജിച്ചു എന്ന് പറയുന്നത് ഇവിടെ. അങ്ങനെ പൂജയുടെ ഫലമായിട്ട് ഭഗവാൻ തന്നെ എന്ത് ചെയ്തു? അവരുടെ വസ്ത്രം സ്വീകരിച്ചു. വസ്ത്രം സ്വീകരിച്ചു പറഞ്ഞാൽ അർത്ഥം ഈ ജീവനുക്ക് ശരീരമാണ് വസ്ത്രം. ശരീര അഭിമാനം അത് പോവില്ല പെട്ടെന്ന്. ആ ശരീര അഭിമാനം മാറിക്കിട്ടാൻ വേണ്ടിയാണ് ഭഗവാൻ വസ്ത്രാപഹരണ രീതിയിൽ അവർക്ക് വലിയ അനുഗ്രഹം ചെയ്തു. ഇവിടെ ഒരു ഫലം പറയുന്നു. ഭർജിത ക്വചിത ധാന പ്രാജോ ബീജായ നേഷ്ടേ. വറുത്ത ധാന്യങ്ങളോ ഇല്ലെങ്കിൽ ക്വചിതാഹ വേവിച്ച ധാന്യം വീണ്ടും മുളയിടാറില്ല. അതുപോലെ കൃഷ്ണഭക്തി ഉള്ളവർക്ക് കാമം
വരില്ലേ എന്നാണ് ഭഗവാനോട് അനുഗ്രഹിക്കുന്നു. അതിനുശേഷം അഹങ്കാരം ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഭഗവാൻ പോകില്ല. അത് കാണിക്കാൻ വേണ്ടി 3 കഥ ഇവിടെ പറയുന്നു. വൃന്ദാവനത്തിൽ തന്നെ ചില യാഗം ചെയ്യുന്ന ദീക്ഷിതന്മാർ, ബ്രാഹ്മണന്മാർ ഞങ്ങൾ വലിയ ആൾക്കാരാണെന്ന് അഹങ്കരിച്ച് നടന്നു. അവരുടെ ഗ്രാമത്തിൽ ചെന്ന ഭഗവാൻ അവരുടെ ഭാര്യമാരെ മാത്രം വിളിച്ചു വരുത്തി അവർക്ക് അനുഗ്രഹം കൊടുത്തു. അവിടെ ബ്രാഹ്മണന്മാർക്ക് ഭഗവാനെ കാണാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. ഒരേ ഗ്രാമത്തിൽ സ്ത്രീകൾ കണ്ടു, പുരുഷന്മാർ കണ്ടില്ല. എന്താ കാരണം? അവരുടെ അഹങ്കാരം. അതിൽ ഒരു ബ്രാഹ്മണൻ എന്ത് ചെയ്തു? സ്വന്തം ഭാര്യയെ പൂട്ടിയിട്ടു. അപ്പോൾ അവൾ ധ്യാനത്തിൽ ഭഗവാനെ പ്രാപിച്ചു. അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായി വന്നത് ഭഗവാനാണ്. പിന്നെ ഇന്ദ്രനുക്ക് അഹങ്കാരം ഉണ്ടായിരുന്നു തൻ്റെ സ്ഥാനം കൊണ്ട്. അപ്പോൾ ഇന്ദ്രൻ്റെ അഹങ്കാരം മാറിക്കിട്ടാൻ വേണ്ടി ഇന്ദ്രപൂജയെ നിർത്തി ഗോവർദ്ധന മലയെ പൂജിക്കണം പറഞ്ഞു ഭഗവാൻ. മലയെ പൂജിക്കണം പറഞ്ഞാൽ എന്താ അർത്ഥം? കുറച്ച് മലയെ പാലഭിഷേകം ചെയ്ത് പൂജിക്കണം, അത് അർത്ഥമില്ല. മലകളെയും മരങ്ങളെയും കാത്ത് രക്ഷിക്കണം. പ്രകൃതിയെ രക്ഷിച്ചാലേ പ്രകൃതി നമ്മളെ രക്ഷിക്കുള്ളൂ. മലകളൊക്കെ ഉടച്ച് നമ്മൾ റോഡ് ഉണ്ടാക്കി, പിന്നെ നമ്മൾ എന്തൊക്കെ സാധനം കൊണ്ടുപോകുന്നു, പിന്നെ മരങ്ങളെ വെട്ടി ഫർണിച്ചർ തയ്യാർ ചെയ്യുന്നു. ഇങ്ങനെ ചെയ്താൽ, ഇങ്ങനെ കാടുകളെ നശിപ്പിച്ചാൽ എന്താവും? മഴ കൂടുതലായി പോകും, അല്ലെങ്കിൽ മഴ ഒട്ടും ഇല്ലാതാകും. പ്രകൃതിയെ വേണ്ട വിധത്തിൽ സംരക്ഷിക്കണം എന്നുകൂടി ഭഗവാൻ ഇവിടെ കാണിച്ചു തരണം. അങ്ങനെ ഗോവർദ്ധന പൂജ നടത്തിയപ്പോൾ ഇന്ദ്രൻ എന്തു ചെയ്തു? ഭയങ്കര മഴ പെയ്ച്ചു. അപ്പോൾ ഗോവർദ്ധനം മല തന്നെ എടുത്ത് ഭഗവാൻ അവരെ രക്ഷിച്ചു. അപ്പോൾ ഇന്ദ്രനക്ക് മനസ്സിലായി, സാധാരണ കുട്ടിക്ക് വെറും കൈ തന്നെ ഉയർത്തിരിക്കാൻ പറ്റില്ല, മലയും പിടിച്ചിരിക്കുന്നു പറഞ്ഞാൽ ഭഗവാനാണെന്ന് മനസ്സിലായി. പിന്നെ കാൽക്കൾ ഇങ്ങനെ നമസ്കരിച്ചു. കാമധേനു കൊണ്ടുവന്ന പാലെടുത്ത് ഭഗവാനുക്ക് അഭിഷേകം നടത്തി. ഇന്ദ്രഃ സുരർഷിഭിസ്സാകം നോദിതോ ദേവമാതൃഭിഃ അഭ്യഷിഞ്ച തദാസാർഹം ഗോവിന്ദ ഇതി ചാഭ്യധാത്. നീ ഗോക്കൾക്ക് നാഥനായി നിങ്ങൾ തന്നെ ഇരുന്നോളൂ. ഭഗവാനുക്ക് പട്ടാഭിഷേകം നടത്തി. അതിനുശേഷം എല്ലാവർക്കും നന്മ ഉണ്ടായി എന്ന് പറഞ്ഞു. പിന്നെ ഏകാദശി ദിവസം നന്ദഗോപൻ വ്രതം ഇരുന്ന് 12 ദിവസം വെളുപ്പാൻ കാലത്തിൽ ഒരു 3 മണിക്ക് തന്നെ കുളിക്കാൻ പോയി. ഇങ്ങനെ പുണ്യതീർത്ഥങ്ങളിൽ 3 മണിക്ക് കുളിക്കാൻ പാടില്ല. 3 മണി മുതൽ 4 മണി വരെ ഉള്ള സമയം ദേവന്മാർ കുളിക്കുന്ന സമയം. 4 മണിക്ക് ശേഷം നമുക്ക് കുളിക്കാം. 4 മുതൽ 5 മണി ഋഷിമാർ കുളിക്കുന്ന സമയം. അപ്പോൾ കുളിച്ചാൽ ഋഷീശ്വരന്മാരുടെ അനുഗ്രഹം ഉണ്ടാവും. 5 മണി മുതൽ 6 മണി അതിൻ്റെ ഇടയിൽ കുളിച്ചാൽ അത് മനുഷ്യന്മാർ കുളിക്കുന്ന സമയം. 6 മണിക്ക് ശേഷം, 6 മണി പറഞ്ഞാൽ സാധാരണ സൂര്യ ഉദയത്തിന് ശേഷം കുളിച്ചാൽ അത് അസുര സ്നാനം എന്നാണ് പറയുന്നത്. ഇപ്പോൾ മിക്കവാറും എല്ലാവരും അസുര സ്നാനമാണ്, അസുരന്മാരുടെ വേളയിലാണ് കുളിക്കുന്നത്. 5 മണിയായാൽ മനുഷ്യ സ്നാനം, 4 മണിയായാൽ ഋഷി സ്നാനം. അങ്ങനെ ആയാൽ നന്നായി. അങ്ങനെ അൺടയത്തിൽ 2:30, 3 അത് മണി അതുപോലെ സമയത്ത് ചിലപ്പോൾ ഗുരുവായൂരിൽ കുളിച്ചാൽ കുഴപ്പമില്ല. അവിടെ 2 മണിക്ക് കുളിച്ചാലേ ക്യൂവിൽ നിൽക്കാൻ സാധിക്കില്ല. ഗുരുവായൂരിൻ്റെ പുണ്യക്ഷേത്രങ്ങളിൽ കുഴപ്പമില്ല. അതേപോലെ തമിഴ്നാട്ടിൽ ഒരു ക്ഷേത്രമുണ്ട്, അഹോരാത്ര പുഷ്കരണി എന്നാണ് പേര്. അഹോരാത്രം അവിടെ കുളിക്കാം. എല്ലാ തീർത്ഥങ്ങളിലും അങ്ങനെ കുളിക്കാൻ പാടില്ല അഹോരാത്രം. അതുകൊണ്ട് ജലസംബന്ധമായ രോഗങ്ങൾ ബാധിക്കും. ഇവിടെ വർണ്ണലോകത്തിലേക്ക് കൊണ്ടുപോയി നന്ദഗോപനെ ഭഗവാൻ വർണ്ണലോകത്തിൽ ചെന്ന് അച്ഛനെ തിരിച്ച് കൊണ്ടുവന്നു. ഇതെന്താ കാണിക്കുന്നു? വരുണൻ പറഞ്ഞാൽ നാവിൻ്റെ ദേവതയാണ്. നമ്മൾ നാവ് അടക്കി വയ്ക്കണം. 2 വിധത്തിൽ, ഒന്ന് കഴിക്കുന്ന വിഷയത്തിലും സംസാരിക്കുന്ന വിഷയത്തിലും ഇത് നിർത്തിവെച്ചാലേ രാസലീലയിൽ പങ്കെടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ വരുണജയം വർണ്ണിച്ചു. പിന്നെ എല്ലാവർക്കും വൈകുണ്ഠം കാണിച്ചു കൊടുത്തു ഭഗവാൻ. വൈകുണ്ഠം കണ്ടിട്ടും ഗോപന്മാർ പറഞ്ഞു, വൈകുണ്ഠം വേണ്ട, ഞങ്ങൾ വൃന്ദാവനം തന്നെ പോയിക്കോളാൻ പറഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് വന്നു. എന്താ കാരണം? വൈകുണ്ഠത്തെക്കാൾ ആനന്ദം വൃന്ദാവനത്തിലാണ് എന്നാണ് ഇവിടെ കാണിച്ചു തരണം. വൃന്ദാവനത്തിൽ ഒരു പൗർണമി ദിവസം ഭഗവാൻ വേണുഗാനം ചെയ്യുന്നു. മന്ദാരമൂലേ മദനാഭിരാമം ബിംബാധരാപൂരിത വേണുനാദം ഗോഗോപഗോപീ ജനമധ്യസംസ്ഥം ഗോപം ഭജേ ഗോകുലപൂർണചന്ദ്രം. അങ്ങനെ വേണുഗാനം ഭഗവാൻ ചെയ്യുന്ന സമയത്ത് ഗോപികമാർ ഓടി വരുന്നു. ആദ്യം അവർക്ക് ധർമ്മങ്ങളൊക്കെ ഉപദേശിച്ചു. പിന്നെ
അവർ പറഞ്ഞു, നിത്യപ്രിയനായി നീ വന്ന ശേഷം, കാരണം നമ്മൾ ഒരു അമ്പലത്തിൽ തൊഴാൻ പോകുമ്പോൾ കാറിൽ പോകും. അപ്പോൾ കാറ് എന്താണ്? സാധനം എന്നാണ് പേര്. ആ സാധനം കൊണ്ട് നമ്മൾ സാധ്യം പ്രാപിക്കേണ്ടത് എന്താണ്? അമ്പലത്തിൽ അമ്മയെ തൊഴുന്നതാണ്. കാറല്ലേ എന്നെ കൊണ്ടാക്കിയത് അമ്പലത്തിലേക്ക്, അതുകൊണ്ട് കാറിൽ തന്നെ ഇരുന്നോളാം, ഇതൊരു കാര്യമില്ല. അതുപോലെ നമ്മൾ ചെയ്യുന്ന ധർമ്മങ്ങൾ ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടിയാണ്. ധർമ്മത്തിൻ്റെ പ്രയോജനമായി ഭഗവാനെ കിട്ടിയ ശേഷം വീണ്ടും അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അതാണ് ഇവിടെ ഗോപികമാർ പറയുന്നു. ഇപ്പം ധർമ്മത്തിൻ്റെ ഫലമായി നീ കിട്ടിയ ശേഷം വീണ്ടും ധർമ്മം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ പറഞ്ഞപ്പോഴാണ് ശരി പറഞ്ഞ് ഒരു ഗോപി ഒരു കൃഷ്ണൻ ഇങ്ങനെ റൗണ്ടായി ചെയ്യുന്ന നൃത്തമാണ് രാസലീല. അതിൻ്റെ പ്രതീകമാണ് നമ്മളൊക്കെ ഒരു വിളക്ക് വെച്ച് അതിൽ ചുറ്റി തിരുവാതിരക്കളി കളിക്കാറുണ്ടല്ലോ. അത് ശരിക്കും രാസലീലയുടെ സങ്കല്പമാണ്. ജ്യോതി സ്വരൂപനാണ് ഭഗവാൻ. അങ്ങനെ ജ്യോതിയായിട്ട് ഭഗവാനെ നിർത്തി ചുറ്റും പ്രദക്ഷിണം വച്ചാൽ ഭൂപ്രദക്ഷിണജം ഫലം. ഒരു പ്രദക്ഷിണം വെച്ചാൽ തന്നെ ഭൂമി മുഴുവൻ ചുറ്റിയ ഫലം എന്നാണ് പറയുന്നത്. ദീപം ഭക്താഹ സംഗമ്യച്ച അന്യോന്യം ദീപം മധ്യേ നിധായച്ച ജ്യോതിർമയം നാം ധ്യായന്തഃ കീർത്തയന്തശ്ച മദ്ഗുണാന് പ്രദക്ഷിണം ബഹുർവന്തഃ ഭൂപ്രദക്ഷിണജം ഫലം ലഭന്തെ നാത്ര സന്ദേഹ വിനതാനന്ദവർദ്ധന. ഗരുഡനോട് ഭഗവാൻ പറയുന്നു, ജ്യോതിസ്വരൂപമായ വിളക്കിൽ എന്നെ ധ്യാനിച്ചുകൊണ്ട് പ്രദക്ഷിണം വച്ചാൽ അത് ഭൂമി മുഴുവൻ ചുറ്റിയ ഫലം ഉണ്ടാവും. അതിൻ്റെ ഒരു പ്രതീകമാണ് തിരുവാതിരക്കളിയായിട്ട് ഇവിടെ ചെയ്യുന്നു. തമിഴ്നാട്ടിൽ പുരുഷന്മാർക്ക് അങ്ങനെ ചെയ്യാറുണ്ട്, ദിവ്യനാമം പറയും. അത് എന്താണെന്ന് ചോദിച്ചാൽ രാസലീലയുടെ സങ്കല്പമാണ്. കൃഷ്ണൻ നടുക്കേക്കുന്നു, കൃഷ്ണനെ ചുറ്റി ഗോപികമാർ ആടുന്നു. അപ്പോൾ അവർക്ക് കുറച്ച് അഹങ്കാരം തോന്നി. എന്താ, മഹാലക്ഷ്മി പോലും അവിടെ കാത്തിരിക്കും, എനിക്കൊരു ചാൻസ് കിട്ടുപോകുന്നു. അപ്പോൾ മഹാലക്ഷ്മിക്ക് കിട്ടാതെ ഒരു സൗഭാഗ്യം നമുക്ക് കിട്ടിയല്ലോ വിചാരിച്ചപ്പോൾ എന്ത് ചെയ്തു? ഭഗവാൻ വിട്ടുപോയി. പിന്നെ അവർ അന്വേഷിച്ച് നടന്നപ്പോൾ രാധയെ മാത്രം കൊണ്ടുപോയിരുന്നു ഭഗവാൻ. രാധയെയും ഭഗവാൻ ഒരു സ്ഥലത്തിൽ ഉപേക്ഷിച്ച് പോയപ്പോഴാണ് രാധാദേവി പറഞ്ഞു, നമുക്ക് കീർത്തനം ചെയ്താൽ ഭഗവാനെ പ്രാപിക്കാം, ഭഗവാനെ തേടി കണ്ടെത്തേണ്ട ആവശ്യമില്ല. കാരണം എല്ലാത്തിനും നിറഞ്ഞാൽ എവിടെ തേടി പോകണം. അപ്പോൾ നമ്മൾ പാടിയാൽ പ്രാപിക്കാമെന്ന് പറഞ്ഞ് അവരെല്ലാവരും ചേർന്ന് ഗോപികാഗീതം പാടി. ജയതി കേചികം ജന്മനാ വ്രജഃ ശ്രയത ഇന്ദിരാ ശശ്വദത്രഹി ദയിതദൃശ്യതാം ദിക്ഷുതാവകാഃ ത്വയി ധൃതാസവഃ ത്വാം വിചിൻവതേ. ജയതി തേ അധികം. ഭഗവാനെ, നീ ജനിച്ച ശേഷം ഈ ബൃന്ദാവനം ശ്രേഷ്ഠമായി പ്രകാശിക്കുന്നു. ഇവിടെ മഹാലക്ഷ്മി ചിരം നൃത്തം വയ്ക്കുന്നു. ശ്രേയത ഇന്ദിരാ ശശ്വദത്രഹി എന്നൊക്കെ അവർ തുടങ്ങി ഗംഭീര പാട്ട് പാടി. അങ്ങനെ പാട്ട് പാടാനും ശക്തിയില്ലാതെ പിന്നെ ഉറക്കെ കരയാൻ തുടങ്ങി. അങ്ങനെ കരയാൻ പോലും ശക്തിയില്ലാതായപ്പോഴാണ് അവരുടെ മധ്യയിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. താസാമാവിരഭൂത്സൗരിഃ സ്മയമാനമുഖാംബുജഃ പീതാംബരധരസ്രഗ്വി സാക്ഷാൻ മന്മഥ. മന്മഥായി ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. വീണ്ടും രാസം തുടങ്ങി. കേശപാശധൃത പിഞ്ചികാ വിതതി സഞ്ചലൻ മകരകുണ്ടലം ഹാരജാലവനമാലികാ ലളിതമംഗരാഗഘനസൗരഭം പീതചേലധൃതകാഞ്ചികാഞ്ചിതമുദഞ്ചദം സുമണിനൂപുരം രാസകേലി പരിഭൂഷിതം തവ വിരൂപമീശ കലയാമഹേ. വീണ്ടും ഒരു ഗോപി ഒരു കൃഷ്ണൻ നൃത്തം വച്ചു. ഇതിൻ്റെ നടുക്ക് വേറൊരു കൃഷ്ണൻ കൂടി ഓടക്കുഴ ഭഗവാൻ വേണുഗാനം ചെയ്യുന്നു. അങ്കണാം അന്തരേ മാധവഃ മാധവം മാധവം ച അന്തരേ അങ്കണാം. വില്വാംഗസ്വാമിയെ വർണ്ണിക്കുമ്പോൾ ഇങ്ങനെയാണ് വർണ്ണിക്കണം. അങ്കണാം അന്തരേ മാധവഃ മാധവം മാധവം ച അന്തരേണ അങ്കണാ ഇത്തമാ കൽപിതേ മണ്ഡലേ മധ്യഗഃ സഞ്ജഗോ വേണുനാ ദേവകീ നന്ദനഃ. രണ്ട് ഗോപികമാർക്ക് നടുവിൽ ഒരു കൃഷ്ണൻ, രണ്ട് കൃഷ്ണന്മാരുടെ നടുക്ക് ഒരു ഗോപി. അങ്ങനെയാണ് നൃത്തം വയ്ക്കുന്നു. അവരുടെ നടുവിൽ വേറൊരു കൃഷ്ണൻ വേണുഗാനം ചെയ്യുന്നു. ഇപ്പോൾ വില്ലുമംഗല സ്വാമിയോട് ഗുരുവായൂരപ്പൻ ചോദിച്ചു, ഓരോരോ ഗോപിക്ക്
ഒരു കൃഷ്ണന് കിട്ടി. ഓരോ കൃഷ്ണനുക്കും ഒരു ഗോപി കിട്ടിയല്ലേ, ഈ നടുക്കിലെ കൃഷ്ണനുക്ക് ഒരാളില്ലല്ലോ. അപ്പോൾ ബില്വമംഗല സ്വാമി പറഞ്ഞു, എനിക്കൊരു കൃഷ്ണൻ വേണ്ടേ, അതിനുവേണ്ടി നടുക്കുള്ള കൃഷ്ണൻ എൻ്റെ കൃഷ്ണനാണ്, അവസാനം എന്നെയും രാസലിൽ ചേർക്കണം അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. രാസം പറഞ്ഞാൽ സാരം എന്നർത്ഥം. ഭഗവാന്റെ ലീലകൾ ഏറ്റവും സാരമായ ലീലയാണ് ഈ രാസലീല. ഗോപി പറഞ്ഞാൽ ഓരോ ജീവന്മാർ തന്നെ ഗോപിയാണ്. ഗോപിഹി പിബന്തീതി, ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഭഗവാൻ ആസ്വദിക്കുന്ന എല്ലാവരും ഗോപികമാരാണ്. ഈ ഗോപിമാർക്ക് ഭഗവാൻ പറയുന്നത് ഇവിടെ പുരുഷൻ, കൃഷ്ണൻ പറയുന്നത് സ്ത്രീ പറഞ്ഞാൽ സത്വരജോ തമോ ഗുണമുള്ള സാധാരണ സ്ത്രീകൾക്ക് അങ്ങനെ പേര്. സ്ത്രീ പറയുമ്പോൾ തന്നെ സത്വം രജസ് തമസ് മൂന്നും ഉള്ള ആൾക്കാരാണ്. അങ്ങനെ ഉള്ളവർ പോലും ആ വേണുഗാനം കേട്ട് ഭഗവാന്റെ അടുത്ത് ചെന്നാൽ ഭഗവാൻ അവരെയും ആനന്ദിപ്പിക്കും. ഇവിടെ അധരാമൃതം പറയുന്നു. ധര പറഞ്ഞാൽ ഭൂമിയിൽ കിട്ടുന്ന അല്പസുഖം, അധരാമൃതം പറഞ്ഞാൽ ബ്രഹ്മാനുഭവമാണ് ഭഗവാൻ അവർക്ക് അനുഗ്രഹിച്ചു എന്നാണ് താല്പര്യം. ശരിക്കും നമ്മൾ എല്ലാവരും ഗോപിമാരാണ്. നമ്മുടെ ഉള്ളിൽ ഇരുന്ന് ഭഗവാന്റെ സങ്കല്പപ്രകാരം നമ്മളെ നടത്തിക്കൊണ്ടു പോകുന്നു. അതാണ് ശരിക്കും രാസലീല. അതുകൊണ്ട് നിത്യം രാസവിലാസകൃത്ത് ഇപ്പോഴും ഭഗവാൻ രാസലീല ചെയ്തുകൊണ്ടിരിക്കുന്നു. വൃന്ദാവനത്തിൽ പോയാൽ ആ രാസലീല സ്ഥലം നിങ്ങൾക്ക് കാണാം. പക്ഷേ രാത്രി അവിടെ ഒരാൾക്കും പ്രവേശനമില്ല. രാത്രി പോയി കണ്ടാൽ പിന്നെ കണ്ണുപോകും. പകലിൽ പോയി നമുക്കത് കാണാൻ സാധിക്കും. ഇപ്പോഴും ആ രാസലീല നടന്ന സ്ഥലം ഇപ്പോഴും ഭഗവാൻ രാസം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ രാസലീലയെ സ്മരിക്കുന്നവർക്ക് കാമാദി രോഗങ്ങൾ നശിക്കും. ഹൃദ്രോഗമാസ്വപഹിനോതി അചിരേന ധീര. കാമം, ഹൃദ്രോഗം, ഹൃദയരോഗങ്ങളാണ്. കാമക്രോധാദി രോഗങ്ങളും നീങ്ങും. പിന്നെ ഹൃദയരോഗമായ ഹാർട്ട് അറ്റാക്ക് മുതലായ സാധാരണ രോഗങ്ങളും നമുക്ക് മാറിക്കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് രാസലീല സമർപ്പിക്കുന്നു. കൂടുതൽ കാമം ബാധിക്കുന്നവർ രാത്രി 12 മണിക്ക് കുളിച്ചിട്ട് ദിവസം ഈ രാസലീല വഹിച്ചാൽ മതി. ആ കാമാദി രോഗങ്ങൾ വരില്ലേ എന്ന് മഹാത്മാക്കൾ അനുഭവത്തിൽ പറയുന്നു. അങ്ങനെ രാസലീലയെ സ്മരിച്ചുകൊണ്ടു നമുക്ക് തത്കാലം നിർത്താം.